Today we are discussing the notion indeterminate forms. Actually ലിമിറ്റ്സിൻ്റെ ഒരു ചാപ്റ്റേഴ്സിൽ വരുന്നൊരു ഭാഗമാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. നമുക്കറിയാം വാട്ട് ഈസ് ലിമിറ്റ്. ഇഫ് L is equal to limit x tend to c f of x and m is equal to limit x tend to c g of x, and if m not equal to 0, then m not equal to 0 ആണെങ്കിലാണ് ആക്ച്വലി ലിമിറ്റ് x tend to c ഈ ഫാക്ടേഴ്സ് ഉണ്ട് f of x by g of x, that is limit x tend to c f of x by limit x tend to c g of x, that is equal to L by m if m not equal to 0. m not equal to 0 ലാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് L by m ഇവിടെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ however if m is equal to 0 വന്നു കഴിഞ്ഞാൽ L by 0 just which is undefined, then no conclusion was deduced. നമുക്കൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. And if m is equal to 0 and L not equal to 0, we usually take the limit to be infinite when it exists. Actually അത് ഇൻഫിനിറ്റി അല്ല, ജസ്റ്റ് അത് നൊട്ടേഷൻ പറയുന്നുള്ളൂ. In case L is equal to 0 and m is equal to 0, that means limit will be 0 by 0 form. In this case f by g is said to be limit of the quotient f by g is said to be indeterminate. എന്താണെന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. 0 by 0 ഫോം, ഇത് 0 by 0 ഫോം, അങ്ങനെയുള്ള 0 by 0 ഫോം, അങ്ങനെയുള്ള ഫോംസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. If alpha is any real number and if we define f of x is equal to alpha x and g of x is equal to x, then limit x tend to 0 f of x by g of x, that is equal to limit x tend to 0 alpha x by x is equal to limit x tend to 0 alpha, that is equal to alpha. Thus the indeterminate form 0 by 0 can lead to a real number alpha as a limit. But here ഇവിടെ ആക്ച്വലി എന്താണ്, g of x is a f of x is actually equal to alpha into g of x. f of x നെ നമുക്ക് g of x ൻ്റെ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് ആക്ച്വലി നമുക്കിവിടെ ഈ ഒരു നോഷനിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലിമിറ്റ് വേറെ കിട്ടുന്നത്. എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല, ചിലപ്പോൾ 0 by 0 ഫോം വരാം. ഇനി അതർ ഇൻഡെറ്റർമിനേറ്റ് ഫോംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരാം, 0 into ഇൻഫിനിറ്റി ലിമിറ്റ് 0 raised to 0, 1 raised to infinity, infinity raised to 0 and infinity minus infinity. ഇതൊന്നും ആക്ച്വലി എന്താവുന്നില്ല, നമുക്ക് എന്താണെന്ന് ആക്ച്വലി നമുക്കിത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എല്ലാം ഒരു ക്വസ്റ്റ്യൻസിലായിട്ടുള്ളത്. Here in this section our attention will be focused on the indeterminate form. 0 by 0 വരുന്ന ഫോം എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോംസ് എങ്ങനെ മാറ്റി എഴുതാം. അതർ ഇൻഡിറ്റർമിനേറ്റ് കേസസ് ആർ യൂഷ്വലി reduced to the form 0 by 0 or infinity by infinity. ബാക്കി എല്ലാ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിനെയും നമ്മൾ ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ഉപയോഗിക്കുന്ന ഫസ്റ്റ് റൂളാണ് ലോപിത്തോൾ റൂൾ എന്ന് പറയുന്നത്. ലോപിത്തോൾസ് റൂൾസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് കണ്ടുപിടിക്കാനായിട്ട് ഇതെങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ലോപിത്തോൾസ് റൂൾ. ലോപിത്തോൾസ് റൂൾ പ്രിലിമിനറി വേർഷൻ, ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഇഫ് എഫ് ആൻഡ് ജി ആർ ബി ഡിഫറൻഷ്യബിൾ ഇൻ ആൻ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് ദ റിയൽ നമ്പർ എക്സ് നോട്ട്, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു g of x naught is equal to 0 if g dash of x naught not equal to 0. g dash of x naught 0 ആകാൻ പാടില്ല and f of x naught is equal to g of x naught is equal to 0. limit x tend to x naught f of x by g of x is actually equal to f dash of x naught divided by g dash of x naught. ഡയറക്റ്റ്ലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ limit x tend to 0 f of x by g of x is actually equal to f of x naught divided by g of x naught. And f and g are differentiable ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 by 0 ഫോമാണ് വരുന്നത്. ഇതിനെ ലോപിത്തോൾസ് റൂൾസ് പ്രകാരം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, f dash of derivative at x naught divided by derivative at g dash, derivative of f at x naught divided by derivative of g at x naught. നമ്മളിതിനെ ശരി മാറ്റി എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എന്താകുന്നത് പ്രിലിമിനറി വേർഷൻ
L'Hopital's rules in the preliminary version ഇതാണ് 0/0 ഫോം വരുന്ന ലിമിറ്റിനെ ആക്ച്വലി എന്ത് ചെയ്താൽ മതി f dash of x naught divided by g dash of x naught എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലിമിറ്റ് കിട്ടും പ്രൂഫ് ഫോം since f of x naught and g of x naught is equal to 0 we can write f of x by g of x നമുക്ക് ഇങ്ങനെ എഴുതാം f of x minus f of x naught divided by g of x minus g of x naught കാരണം f of x naught and g of x naught 0 ആണ് ഇതിലൊരു ചേഞ്ചും വരുന്നില്ല then again നമ്മൾ x minus x naught മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു then split ചെയ്യുന്നു that is f of x minus f of x naught by x minus x naught divided by g of x minus g of x naught divided by x minus x naught. What is limit x tend to 0 x naught g of x by g of x naught divided by x minus x naught is actually g dash of x naught. Derivative and actually definition and it is given that g dash of x naught is not equal to 0. Then applying the quotient rule for limits we get limit x tend to 0 f of x by g of x is equal to limit x tend to x naught f of x minus f of x naught divided by x minus x naught and divided by limit x tend to x naught g of x minus g of x naught divided by x minus x naught എന്ന് നമുക്ക് ആക്ച്വലി ഇത് കിട്ടും ദാറ്റ് ഈസ് ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ് എഫിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് കിട്ടുന്നു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കിട്ടും ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ് ഇതാണ് ആക്ച്വലി പ്രൂഫ് ഇവിടെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഇസ് എസെൻഷ്യൽ പ്രിലിമിനറി ഭാഗത്ത് അങ്ങനത്തെ ഫോമിനാണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്യുന്നത് അല്ലാത്തൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കിട്ടുന്ന ഒരു ഭാഗം ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 17 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3 ഫോർ എക്സ് ബിലോങ്സ് ടു ദെൻ ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ ലിമിറ്റ് ആക്ച്വലി കിട്ടുകയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സെയിം ലിമിറ്റ് കിട്ടണമെന്നില്ല ഇവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഒരു 0/0 ഫോമിലേക്ക് ആയിരിക്കണം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് തിയറം യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ L'Hopital's റൂൾസിൻ്റെ ഫൈനൽ വേർഷൻ പ്രിലിമിനറി വേർഷൻ പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഹിയർ ഇൻ ദി ഫൈനൽ വേർഷൻ ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇൻറ്റർവൽ കണ്ടെയ്നിങ് ദ റിയൽ നമ്പർ എക്സ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് therefore it is continuous except perhaps at x naught itself. Assume g of x not equal to 0 and g dash of x not equal to 0 for x in an interval about x naught. g of x 0 ആവുന്നില്ല g dash of x 0 ആവുന്നില്ല x naught ൻ്റെ ഒരു interval for x not equal to x naught. f and g are continuous at x naught with f of x naught is equal to g of x naught is equal to 0. x naught ൻ്റെ ഏതൊരു interval എടുത്തു കഴിഞ്ഞാലും അതിൽ എക്സ് നോട്ട് അല്ലാതെ എക്സ് നോട്ട് ഒഴികെ ബാക്കി ഒരു എക്സിനും ജി ഓഫ് എക്സ് 0 ആവുന്നില്ല ജി ഡാഷ് ഓഫ് എക്സ് 0 ആവുന്നില്ല ആൻഡ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് എക്സ് നോട്ടിൽ കണ്ടിന്യൂസും ആണ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് 0 ആണ് ഇവിടുത്തെ രണ്ടും ഡിഫറൻസ് ഉണ്ട് ജസ്റ്റ് അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ദെൻ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ഇത് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും ദെൻ limit x tend to x naught f of x by g of x is actually equal to limit x tend to x naught f dash x by g dash of x. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് ജി ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിലും ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആക്ച്വലി 0/0 ഫോമിലേക്കാണ് വരിക അപ്പോൾ ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടാലും മതി എന്നാണ് തിയറം പറയുന്നത് ഈ 0/0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമിൽ വരുന്ന ഇങ്ങനെ വരുന്ന 0/0 ഫോമിൽ വരുന്ന ലിമിറ്റ്സിനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് കണ്ടാൽ മതി ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി എന്നാണ് തിയറം പറയുന്നത്
ഇതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിക്കേണ്ട കാര്യം വരുന്നില്ല, ജസ്റ്റ് ആ റിസൾട്ട് മാത്രം മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. നമുക്ക് ലോപിത്തോൾസ് റൂൾ പറയാം. ലോപിത്തോൾസ് റൂൾസിൻ്റെ ചെറിയൊരു കൺക്ലൂഷനാണ് ഇത് പറയുന്നത്. ടു ഫൈൻഡ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് where both the limits limit x tend to x naught f of x and limit x tend to x naught g of x are both 0 or both infinite, differentiate the numerator and denominator differentiate ചെയ്യുക and take the limit of the new fraction. ഇതിൻ്റെ ലിമിറ്റ് എടുക്കുക. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ലോപിത്തോൾസ് റൂൾസ് പറയുന്നത്. റിപ്പീറ്റ് ദി പ്രോസസ് as many times as necessary, checking each time that L'Hopital rules applies. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒരു ലിമിറ്റ് കിട്ടുന്നിടം വരെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ലിമിറ്റ്സ് ഒക്കെ ഈക്വൽ ആണ്. അതായത് 0/0 ഇൻഫിനിറ്റി ബൈ സീറോസ് ഒക്കെയാണ് ലിമിറ്റിൻ്റെ ഭാഗം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് കണ്ടാൽ മതി എന്നുള്ളതാണ് ലോപിത്തോൾസ് റൂൾസ് പറയുന്നത്. ജസ്റ്റ് കുറേ എക്സാമ്പിൾസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്. ഫസ്റ്റ് ഫോം നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 1 മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്, ദാറ്റ് ഈസ് 1 minus 1 is equal to 0 and log 1 is equal to 0. This is actually 0/0 form. 0/0 ഫോം ആണെങ്കിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, ലോപിത്തോൾസ് റൂൾ പ്രകാരം ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1, log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. Then limit x tend to 1 minus x, that is x goes to above, goes to മേലേക്ക് പോകും. അപ്പോൾ എന്താവുന്നു, എക്സ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 1 മൈനസ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു -1 എന്ന് കിട്ടുന്ന ലിമിറ്റ്. ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. സെക്കൻഡ് എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കും. 0 മൈനസ് സൈൻ 0 എക്സ് ക്യൂബ് 0. അപ്പോൾ 0/0 ഫോമാണ്. ലോപിത്തോൾസ് റൂൾസ് അപ്ലൈ ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. 1 മൈനസ് കോസ് എക്സ് ബൈ 3x സ്ക്വയർ. Then again apply a limit. Again we are applying limit. Again we get 0/0. Then again we differentiate. That means that is equal to sin x by 6x. That is again we get 0/0 form. Then again we differentiate. Limit x tend to 0 cos x by 6. Actually that is equal to 1/6. Similarly, evaluate the following limits. Again ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ again ഇവിടെ എന്ത് കിട്ടുന്നു, 0/0 ഫോം കിട്ടുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നു. sin x by 1 plus 2x. That is 0/1. 0/0 അല്ല, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 0/1 ആണ്. That is actually exist. Is equal to 0. Limit x tend to 0 plus sin x by x square. 0/0 ഫോം ആണ് വരുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു, cos x by 2x. cos 0 എക്സിസ്റ്റ് ചെയ്യുന്നു. cos 0 1 ആണ്. 1/0. ഇൻഫിനിറ്റി അല്ല, നമ്മൾ ജസ്റ്റ് നൊട്ടേറ്റ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, sin x ലിമിറ്റ് x tend to 0 sin x minus x divided by tan x minus x. ലിമിറ്റ് x tend to 0 sin x minus x by tan x minus x. 0/0 ഫോം. ലോപിത്തോൾ റൂൾസ് അപ്ലൈ ചെയ്യുന്നു. ഡെറിവേറ്റീവ് എടുക്കുന്നു, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ അഗെയിൻ 0/0 ഫോം കിട്ടുന്നു. തേർഡ് സ്റ്റെപ്പിലും അഗെയിൻ 0/0 ഫോം കിട്ടുന്നു. വീണ്ടും അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആക്ച്വലി -1/2. ഇതിങ്ങനെ ലിമിറ്റ് കിട്ടുന്നിടം വരെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. 0/0 ഫോം അല്ലാത്ത ഒരു ഫോം കിട്ടുന്നിടം വരെ നമ്മൾ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഓൾസോ, ഇവിടെ ലിമിറ്റ് x tend to π/4 ആണ്. sec square x minus 2 tan x divided by 1 plus cos 4x. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോം കിട്ടുന്നു ഫസ്റ്റ് ലിമിറ്റ്. ദെൻ വി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അവിടെയും 0/0 ഫോമാണ് കിട്ടുന്നത്. ദെൻ അഗെയിൻ വി ഡിഫറൻഷിയേറ്റ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടുന്നിടം വരെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലോപിത്തോൾസ് റൂൾ പ്രകാരം. ഇതാണ് ആക്ച്വലി 0/0 ഫോം. ഇനി ഇൻഡിറ്റർമിനേറ്റ് ഫോം, ഇൻഫിനിറ്റി ഫോം വരും. We can apply L'Hopital's rule to quotients that lead to the indeterminate form
infinity by infinity. If f of x and g of x both approaches infinity as x tend to x naught, അതായത് ലിമിറ്റ് x tend to x naught f of x is equal to infinity ആണ്, ലിമിറ്റ് x tend to x naught g of x is equal to infinity ആണ്, then the quotient form will be infinity by infinity. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് നമ്മുടെ ആക്ച്വലി ഇവിടെയുള്ള ലിമിറ്റ് വരുന്നത്. അതിനെ നമുക്ക് എങ്ങനെ വീണ്ടും മാറ്റാം? ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുത്തിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. പിന്നെ നമുക്ക് 0/0 ഫോമിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നും കൂടി പറയാം. ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് x tend to pi by 2 minus sec x by 1 plus tan x, sec pi by 2 infinity 1 plus tan pi by 2. Tan pi by 2 is actually infinity. Infinity by infinity form ആണ് വരുന്നത്. ഡെറിവേറ്റീവ് എടുക്കുന്നു sec x tan x divided by sec square x. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും ആക്ച്വലി അവിടെ വരുന്നത് ഇത് തന്നെയാണ്. ഇവിടെ sec x ഉം sec x ഉം വെട്ടിപ്പോയി. അപ്പോൾ tan x by sec x, tan x by sec x is actually sin x. So limit x tend to pi by 2 minus sin x is equal to 1. നമ്മുടെ ആൻസർ 1 എന്ന് കിട്ടും. നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കിട്ടും. പ്രോബ്ലം ലിമിറ്റ് x tend to infinity log x by 2 root x. This is actually limit x tend to infinity log x, that is log x, limit x tend to infinity 2 root x, that is again infinity. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുന്നു. നമ്മൾ ജസ്റ്റ് എന്ത് കണ്ടുപിടിക്കുന്നു? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 1/x ഡിവൈഡ് ബൈ 1/√x, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tend to infinity 1/√x, ദാറ്റ് ഈസ് 0. വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു ജനറൽ ഫോമാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് x tend to infinity log x by ln x by നാച്ചുറൽ ലോഗ് ഇതാണ് x raised to p where p greater than 0. p greater than 0 ആണെന്നുണ്ടെങ്കിൽ x raised to p. We know that limit x tend to infinity x raised to p goes to infinity and limit x tend to infinity ln x log x goes to infinity. അതും ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. then we ഡെറിവേറ്റീവ് എടുക്കുന്നു 1/x divided by px raised to p minus 1, then that is equal to limit x tend to infinity 1/px raised to p, 1/px raised to p. അവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ആക്ച്വലി 0 എന്ന് പറയുന്ന ലിമിറ്റ് കിട്ടും. ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, കിട്ടുന്നിടം വരെ ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ln x by cot x minus infinity by infinity, apply a L'Hopital source 1/x by sec square x, again we apply ചെയ്ത് ആക്ച്വലി എന്ത് കിട്ടുന്നു? ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ 0 കിട്ടുന്നിടം വരെ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമും 0/0 ഫോമും ആക്ച്വലി എന്താണ്? സെയിം പ്രൊസീജിയറാണ്. ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ജസ്റ്റ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് പ്രോഡക്റ്റ് ആണ്. അതായത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി. അത് നമ്മൾ യൂസ് ചെയ്യുക, അതിനെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റും. 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് നമ്മളത് മാറ്റിയിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ലിമിറ്റ് x tend to 0 x cot x, അതാണ് ഫസ്റ്റ്. രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമാണ് നമ്മൾ ആക്ച്വലി വരുന്നത്. അപ്പോൾ നമ്മൾ cot x നമ്മൾ റീറൈറ്റ് ചെയ്യാൻ നോക്കും. ഇറ്റ് ഈസ് ലിമിറ്റ് x tend to 0 cot x is 1/tan x, x/tan x, ദാറ്റ് മീൻസ് 0/0 ഫോമായി. നമുക്ക് 0/0 ഫോം ആണെന്നുണ്ടെങ്കിൽ L'Hopital's റൂൾ യൂസ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു 1/sec square x, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എക്സാമ്പിൾ ലിമിറ്റ് x tend to 0 x log x, അഗെയിൻ 0 കൊടുക്കുമ്പോൾ 0 വരുന്നു. log 0 ഈസ് ആക്ച്വലി അൺഡിഫൈൻഡ് ആണ്, മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ജസ്റ്റ് എഴുതുക. അപ്പോൾ 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഫോം. ഇതിനെ ആക്ച്വലി നമ്മൾ എങ്ങനെ മാറ്റുന്നു? ലിമിറ്റ് log x divided by 1/x, 1/x is x മേലേക്ക് പോകും. ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്തായി? മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. Then again we apply L'Hopital's rules, then we get what
1 by x by minus 1 by x square derivative എടുക്കുന്നു. That is limit x tend to 0 plus minus x കിട്ടുന്നു. Actually that goes to 0. Your example, limit x tend to pi by 2 x tan x minus 1 by 2 pi sec x. X tan x minus 1 by 2 pi sec x. Actually ഫോം വരുന്നത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഈ ഒരു ഭാഗം ഇൻഫിനിറ്റി ആണ് വരിക, ഈ ഒരു ഭാഗം ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമാണ് ആക്ച്വലി വരുന്നത്. ആക്ച്വലി ഇതിനെ നമ്മൾ വീണ്ടും മാറ്റി വരുന്നു. എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് പൈ ബൈ 2 കോസ് എക്സ്. pi by 2 cos x. That is again goes to infinity minus infinity. നമ്മൾ 0 by 0 ഫോമോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലൊക്കെ എത്തിക്കാനാണ് നോക്കുന്നത്. നമ്മൾ അഗെയിൻ ഇവിടെയുള്ള 2 cos x ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2x sin x minus pi divided by 2 cos x. Then we get infinity by infinity form. Then we check. We just do the derivative. Derivative just find the derivative. 2x cos x plus 2 sin x divided by minus 2 sin x. രണ്ട് വശം ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ലിമിറ്റ് നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഫോമിൻ്റെ ലിമിറ്റ്സ് ലോപിത്തോൾസ് റൂൾസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കും. അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 1 by sin x minus 1 by x. This is again infinity minus infinity ഫോമാണ് ആക്ച്വലി വരുന്നത്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈ ഒരു ഫോമിലേക്കാണ് ഇതും ആക്ച്വലി വരുന്നത്. ഇതിനെ ജസ്റ്റ് നമ്മൾ എന്താക്കുന്നു, 1 by sin x minus 1 by x-നെ ജസ്റ്റ് ഓൾജിബ്രായിക് ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ട് x minus sin x by x sin x, x minus sin x by x sin x. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 by 0 ഫോം കിട്ടും. 0 by 0 ഫോം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോപിത്തോൾസ് റൂൾസ് പ്രകാരം ഡെറിവേറ്റീവ്സ് രണ്ടും എടുക്കുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, then again അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0 by 2 എന്ന് കിട്ടും. ഇത് 0 by 0 ഫോം അല്ല. അപ്പോൾ എന്താകുന്നു, 0 by 2 is actually is equal to 0. ഇങ്ങനെയാണ് ആക്ച്വലി പ്രോഡക്റ്റും ഡിഫറൻസും ഒക്കെ വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ് ആണ്. ലിമിറ്റ്സ് ദാറ്റ് ലീഡ് ടു ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് 1 raised to infinity, 0 raised to 0 and infinity raised to 0. ഇവിടെയാണ് നമ്മൾ വേറൊരു യൂസ് ചെയ്യുന്നത്. Let k of x is equal to f of x power phi of x. Then നമ്മളിവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ലോഗരിതമാണ് യൂസ് ചെയ്യുന്നത്. Then log k of x, ln k of x is equal to ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ച് phi of x into ln k of x എന്ന് കിട്ടും. And now that ln1 0, ln infinity infinity, ln 0 minus infinity ഇതൊക്കെ നമുക്കറിയാം. Therefore when the expression limit x tend to x naught k of x takes one of the form 1 raised to infinity, 0 raised to 0 or infinity raised to 0, 1 raised to infinity, 0 raised to 0 or infinity raised to 0, ഈ ഒരു ഫോമിലേക്ക് ഏതിലെങ്കിലും മാറും. 1 raised to infinity, 0 raised to 0 or infinity raised to 0 ഈ ഒരു ഫോമിലേക്ക് മാറും. ലിമിറ്റ് x tend to x naught ln k of x takes the indeterminate form. ഈ ഒരു ഫോം എന്ന് പറയുന്നത് ആക്ച്വലി എന്തായി മാറുന്നു, ഈ ലിമിറ്റിൻ്റെ ഈ ഒരു ഫോമിനെ ആക്ച്വലി നമ്മൾ ln k of xലേക്ക് മാറ്റുമ്പോൾ 0 into infinity or 0 into minus infinity ആയിട്ട് മാറും. ഹെൻസ് യൂസിങ് ദ മെത്തേഡ് സ്റ്റഡീഡ് ബിഫോർ, നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ അറിയാം. ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് ഇത്തരം ലിമിറ്റ്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷണൽ ലോഗരിതത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് ലോഗ് കെ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് ലോഗ് കെ ഓഫ് എക്സ് ഇസ് ആക്ച്വലി എൽ. ഈ ഒരു ഫോം നമുക്ക് എൽ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എൽ എൻ കെ ഓഫ് എക്സ്. ഇ റേസ് ടു എൽ എൻ കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി കെ ഓഫ് എക്സ് തന്നെയാണ്. ഇ റേസ് ടു എൽ എൻ കെ ഓഫ് എക്സ്, ഇ റേസ് ടു ലോഗ് കെ ഓഫ് എക്സ്. ഇ റേസ് ടു ലോഗ് കെ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കെ ഓഫ് എക്സ് തന്നെയാണ് വരിക. കാരണം ലോഗ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ റേസ് ടു എൽ എൻ കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് വരും, കെ ഓഫ് എക്സ് തന്നെ വരും. ഇവിടെ അഗെയിൻ നമ്മൾ എക്സ്പോണൻഷ്യൽ യൂസ് ചെയ്യുക, ഇ റേസ് ടു എൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ആക്ച്വലി ഇത് ചെയ്യുക. ഈ ഒരു ഫോമാണ് വരുന്നുണ്ടെങ്കിൽ നേരെ ലോഗരിതമിക് ഫംഗ്ഷനിലേക്ക് മാറ്റുന്നു. ദെൻ വി അപ്ലൈ ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ഉപയോഗിക്കുന്നു. അത് നമ്മൾ പ്രീവിയസ്
ചെയ്ത പോലെ കുറേ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, എക്സ്പോണൻഷ്യൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ്. ദിസ് ഈസ് ദ ഫോം. ഇത് ഏത് ഫോമിലാണ് ആക്ച്വലി ഉള്ളത്? 0 റേസ് ടു 0 ഫോമിലേക്കാണ് ഉള്ളത്. അപ്പോൾ എക്സ് റേസ് ടു എക്സിന് നമ്മൾ ലോഗരിതത്തിലേക്ക് മാറ്റാം. ln k of x ദാറ്റ് ഈസ് ഈക്വൽ ടു ln x ln x എക്സ് ln x എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇവിടെ ആക്ച്വലി മാറ്റി. ദെൻ ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് ln k of x നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഫോമിലേക്കാണ് കിട്ടുന്നത്. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ln x ബൈ 1 ബൈ എക്സ് ദെൻ മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് മാറ്റി. ദെൻ ബൈ ലോപിത്തോൾസ് റൂൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് 1 ബൈ എക്സ് ബൈ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് മൈനസ് എക്സ് വിൽ ബി 0. ദെൻ ഫൈനൽ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ കിട്ടുന്നത് ആക്ച്വലി ലോ കെ ഓഫ് എക്സ് ആണ്. നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് ലിമിറ്റ് എക്സ് ടെൻ ടു 0 കെ ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് എക്സ് ടെൻ ടു 0 കെ ഓഫ് എക്സ് നമ്മൾ എന്തെടുക്കുന്നു, എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. ഇ റേസ് ടു ln കെ ഓഫ് എക്സ് ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഇ റേസ് ടു 0. എല്ലാ ഭാഗത്തും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുന്നു. ഇ റേസ് ടു 0 ഈസ് ആക്ച്വലി 1. നമുക്ക് ആക്ച്വലി ലിമിറ്റ് കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 1 എന്ന് കിട്ടുന്നു. ലോഗരിതം ഫംഗ്ഷനെ തിരിച്ച് കെ ഓഫ് എക്സിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ആക്ച്വലി ഇ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സെക്കൻഡ് എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് എക്സ് റേസ് ടു 1 ബൈ 1 മൈനസ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 1 മൈനസ് 1 ബൈ 1 മൈനസ് എക്സ്. ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിലേക്കാണ് വരുന്നത്. 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിലേക്കാണ്. സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് log k ഓഫ് എക്സ് എടുക്കുന്നു. ദാറ്റ് ഈസ് 1 ബൈ 1 മൈനസ് എക്സ് log എക്സ്. നമ്മൾ ജസ്റ്റ് 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ മാറ്റണം. ln x ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്, 0 ബൈ 0 ഫോമിലാണ് ആക്ച്വലി വരുന്നത്. ln x ബൈ 1 മൈനസ് എക്സ്. ln x ബൈ 1 മൈനസ് എക്സ് ഈസ് ആക്ച്വലി ഗോസ് ടു 0 ബൈ 0 ഫോം. ദെൻ വി അപ്ലൈ ദ ലോപിത്തോൾസ് റൂൾ. ഡെറിവേറ്റീവ് എടുക്കുന്നു. 1 ബൈ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് 1 ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. നമുക്ക് ln കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റും മൈനസ് 1 കിട്ടി. നമുക്ക് കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കിട്ടാൻ എക്സ്പോണൻഷ്യൽ എടുക്കും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എല്ലാ ഭാഗത്തും എടുക്കുമ്പോൾ ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് കെ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് ഇ റേസ് ടു ln കെ ഓഫ് എക്സ് ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1 ദാറ്റ് ഈസ് 1 ബൈ ഇ. 1 ബൈ ഇ എന്ന് പറയുന്ന ഫോം നമുക്ക് കിട്ടും. 1 ബൈ ഇ എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. Evaluate the following limits. Limit x ടെൻ ടു 0 sin x raised to tan x. 0 raised to 0 ഫോം. 0 raised to 0 ഫോമിലേക്കാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. നമ്മൾ എന്തെടുക്കുന്നു, ലോഗരിതം എടുക്കുന്നു. ln k of x ഈക്വൽ ടു tan x ln sin x. നമ്മളത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് ഇൻഫിനിറ്റി ഫോമാണ് വരുന്നത്. ജസ്റ്റ് ഫംഗ്ഷനെ മാറ്റുന്നു. tan x-ന് sin x ബൈ cos x കൊടുക്കുന്നു. ജസ്റ്റ് tan x നമുക്ക് 1 ബൈ കോട്ട് എക്സ് കൊടുക്കാം. ജസ്റ്റ് 1 ബൈ കോട്ട് എക്സ് കൊടുക്കുന്നു. അപ്പോൾ 0 മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് tan x-ന് 1 ബൈ കോട്ട് എക്സ് കൊടുക്കുന്നത്. അത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇനി എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് എടുക്കും. കോട്ട് എക്സ് ബൈ സിക്സ് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് മൈനസ് സൈൻ എക്സ് എക്സ് കോസ് എക്സ് ദാറ്റ് വിൽ ഗോസ് ടു 0. ദെൻ അതിൻ്റെ ലിമിറ്റ് നമുക്ക് ആക്ച്വലി 0 കിട്ടി ലോപിത്തോൾസ് റൂൾ പ്രകാരം. നമ്മൾ അഗെയിൻ എന്തെടുക്കുന്നു, നമുക്ക് ആക്ച്വലി കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടും. സിമിലർലി ദ സെക്കൻഡ് സ്റ്റെപ്പ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻഫിനിറ്റി റേസ് ടു 0 ഫോമിലേക്കാണ്. സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കുക.